ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു നുറുക്ക് ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഫുള്ളായി കണ്ട ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. പായസം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. ഇതാദ്യം നമുക്ക് നന്നായി വാഷ് ചെയ്ത ശേഷം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗോതമ്പ് ഇപ്പോൾ വാഷ് ചെയ്ത ശേഷം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു 3 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പ് അളന്നെടുത്ത് അതേ കപ്പിൽ തന്നെ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 4 വിസിൽ വരുത്തിയിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഗോതമ്പ് ഇപ്പോൾ ഇവിടെ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ഗോതമ്പ് എടുത്ത അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് ശർക്കര ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം മാത്രം ചേർത്തിട്ട് ഉരുക്കിയെടുക്കുന്നതാണ്. ശർക്കരയെല്ലാം ഉരുക്കി ഒഴിക്കുമ്പോൾ നമുക്ക് മധുരത്തിനനുസരിച്ച് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ശർക്കര നീരും ഗോതമ്പും കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു നുള്ളു ഉപ്പ് കൂടെ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സായി ഒന്ന് ഗോതമ്പിലെല്ലാം നന്നായി പിടിച്ചു വരണം. ഇപ്പോൾ ഗോതമ്പിൽ ശർക്കര നീര് നന്നായി പിടിച്ചു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഈ സമയം നമുക്ക് ഇതിലോട്ട് 2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഗോതമ്പും വെള്ളമെല്ലാം എടുത്ത അതേ കപ്പിൽ തന്നെയാണ് തേങ്ങാപ്പാലും ഒഴിച്ചു കൊടുക്കുന്നത്. 2 കപ്പ് 2 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനായിട്ട് ഒരു വലിയ തേങ്ങയാണ് എടുത്തിരുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കരയെല്ലാം ഗോതമ്പിൽ വറ്റി പിടിച്ചു വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ മീഡിയത്തിൽ നിന്നൊന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം ഇളക്കിയെടുക്കാൻ. ഇപ്പോൾ ഒന്നുകൂടെ കൂട്ടി മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ സമയം ഏലക്കായ പൊടിച്ച് വെച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചതച്ച് വെച്ചതാണ്, അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് നല്ല സെറ്റായി വരണം. നുറുക്ക് ഗോതമ്പ് കുക്കറിൽ വേവിച്ച ശേഷം ഉണ്ടാക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പായസം ഇവിടെ റെഡിയായി വരും. തേങ്ങാപ്പാലും ശർക്കര നീരും എല്ലാം ആദ്യം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ മതിയാവും. ഇപ്പോൾ തേങ്ങാപ്പാലും ഗോതമ്പ് ശർക്കര എല്ലാം കൂടെ നന്നായി മിക്സായി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നല്ല ജീരകം പൊടിച്ചത് ചുക്കുപൊടിയോ വേണമെങ്കിൽ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഏലക്കായ മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ച് എല്ലാം കൂടെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് തേങ്ങയുടെ 1 പാലും കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ചൂടോടുകൂടി തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇപ്പോൾ ഒരു പാൻ വെച്ച് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആദ്യം നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇവിടെ റെഡിയായി വരുന്നുണ്ട്. ഇനി നമുക്കിത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നുറുക്ക് ഗോതമ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഞാൻ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് പോയി കണ്ടു നോക്കുക. അത് കുക്കറിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്